PSC വാരിയേഴ്സിൻ്റെ സീറോ ടു ഹീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് ജീനിയസ് ഒ അബൂട്ടി സാർ നമ്മളെ ചാനൽ കാണുകയും ആ ചാനൽ സാറിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സാറോട് കുറച്ച് ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ സാർ ഒരു മടിയും കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, VO എന്നിവയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണത്. അപ്പോൾ നമ്മൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട സാറിന്, അങ്ങനെ ക്വസ്റ്റ്യൻ തരാൻ മനസ്സ് കാട്ടിയ സാറിന് ഒരുപാട് നന്ദി. ഇംഗ്ലീഷ് ജീനിയസ് ഒ അബൂട്ടി സാറിൻ്റെ തിരഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ഇന്നിടാൻ പോകുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചൂസ് ദ വേർബ് ദാറ്റ് സൂട്ട്സ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യു ഷുഡ് ഡിസൈഡ് വിച്ച് വൺ ഓഫ് ദ ത്രീ ചോയ്സസ് A, B or C best dash the question. Option A answer, option B answers, option C have answered, option D answering. ഏതാണ് കറക്റ്റ് ആൻസർ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആൻസേഴ്സ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആൻസേഴ്സ്. എന്താണ് കാരണം എന്ന് നോക്കാം അല്ലേ. വിച്ച് വൺ ഓഫ് ദ ത്രീ ചോയ്സസ്, അതായത് വിച്ച് വൺ ഓഫ് ദ ത്രീ ചോയ്സസ് എന്നതിൽ വണ്ണാണ് വെർബുമായി പൊരുത്തപ്പെടേണ്ട വാക്ക്. വണ്ണാണ് വെർബുമായി പൊരുത്തപ്പെടേണ്ട വാക്ക്. വൺ ഓഫ് ദ ത്രീ ചോയ്സസ് അട്രാക്ട്സ് മീ വെരി മച്ച് എന്നാണ് നമ്മൾ പറയാറ്. വൺ ഓഫ് ദ ത്രീ ചോയ്സസ് അട്രാക്ട്സ് മീ വെരി മച്ച് എന്നാണല്ലോ നമ്മൾ പറയുക. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കേണ്ട വാക്ക്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ദ ഫേമസ് സിംഗർ ആൻഡ് കമ്പോസർ ഡാഷ് അറൈവ്ഡ്. ദ ഫേമസ് സിംഗർ ആൻഡ് കമ്പോസർ ഡാഷ് അറൈവ്ഡ്. ഓപ്ഷൻ എ ഹാവ്, ഓപ്ഷൻ ബി ഹാസ്, ഓപ്ഷൻ സി ഹാഡ്, ഓപ്ഷൻ ഡി ആർ. കറക്റ്റ് ആൻസർ പറയാൻ കഴിയുമോ? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഹാസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഹാസ്. എന്താണ് റീസൺ എന്ന് നോക്കാം അല്ലേ. കമ്പോസർ എന്ന വാക്കിന് മുന്നിൽ ഇവിടെ കണ്ടില്ലേ, കമ്പോസർ. കമ്പോസർ എന്ന വാക്കിന് മുമ്പിൽ ദ വരാത്തതിനാൽ സിംഗുലർ സബ്ജക്റ്റാണ് ഇവിടെ ഉള്ളത്. ആയതിനാൽ സിംഗുലർ വെർബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആയതുകൊണ്ട് ഹാഡ് നമുക്ക് ആവശ്യമില്ല. ബാക്കി ഹാവും ആറും പ്ലൂറൽ ഫോമാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഹാസ് ആണ്. ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ദ ഫേമസ് സിംഗർ ആൻഡ് ദി കമ്പോസർ ഡാഷ് അറൈവ്ഡ്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ കമ്പോസറിൻ്റെ തൊട്ടുമ്പ് ദ എന്നുള്ളത് വന്നു. ദ ഫേമസ് സിംഗറും ആൻഡ് ദ കമ്പോസറുമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഹാസ് ഉപയോഗിക്കില്ല. അപ്പോൾ അവിടെ എന്താവും? പ്ലൂരലാവും. അപ്പോൾ നമ്മളവിടെ ഹാവ് ഉപയോഗിക്കും. ഓപ്ഷൻ എ ഹാവ്. സിമ്പിൾ സെൻറ്റൻസ് ആയതുകൊണ്ട് ഹാഡിൻ്റെ ഉപയോഗമല്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസ് ഹൂ ഡാഷ് ഫുൾ മാർക്സ് ഡാഷ് ജോൺ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസ് ഹൂ ഡാഷ് ഫുൾ മാർക്സ് ഡാഷ് ജോൺ. ഓപ്ഷൻ എ സ്കോർസ് ആൻഡ് ഈസ്, ഓപ്ഷൻ ബി സ്കോർസ് ആർ, ഓപ്ഷൻ സി സ്കോർ ഈസ്, ഓപ്ഷൻ ഡി സ്കോർ ആർ. ഡിഗ്രി ലെവൽ വരുന്നൊരു ക്വസ്റ്റ്യനാണത്. കാരണം ഡിഗ്രി ലെവൽ കൂടുതലും നമുക്ക് 2 എണ്ണം ഫില്ല് ചെയ്യാനുണ്ടാവും. ഇവിടെ അതുപോലെ തന്നെ 2 എണ്ണം നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ആൻസർ നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. മനസ്സിൽ കിട്ടിയോ? യെസ്, അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സ്കോർ ആൻഡ് ഈസ്. എന്താണ് കാരണം കൂടെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ. ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗൺ ബന്ധപ്പെട്ടിരിക്കുന്നത് സ്റ്റുഡൻസുമായാണ്. ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗൺ ബന്ധപ്പെട്ടിരിക്കുന്നത് സ്റ്റുഡൻസുമായാണ്. ഇവിടെ സ്റ്റുഡൻസിൻ്റെ ക്രിയയാണ് ഹൂവിന് ശേഷം വരേണ്ടത്. സ്റ്റുഡൻസിൻ്റെ ക്രിയയാണ് ഹൂവിന്
റിലേറ്റീവ് പ്രൊനൗൺ ഹൂവിന് ശേഷം വരേണ്ട സ്റ്റുഡൻസിൻ്റെ ക്രിയയാണ്. അത് പ്ലൂറൽ വെർബാവണം. അതേസമയം വൺ എന്ന സബ്ജക്റ്റിൻ്റെ ക്രിയയാണ് രണ്ടാമത് വരേണ്ടത് വൺ എന്ന സബ്ജക്റ്റിൻ്റെ ക്രിയയാണ്. വൺ സിംഗുലർ നൗൺ ആയതിനാൽ സിംഗുലർ വെർബാണ് വണ്ണിന് ശേഷം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വണ്ണിന് ഉപയോഗിക്കേണ്ടത് സിംഗുലർ വെർബാണ്. കാരണം വൺ എന്നുള്ളത് സിംഗുലർ നൗണാണ്, ആയതിനാൽ സിംഗുലർ വെർബാണ് വണ്ണിന് ഉപയോഗിക്കേണ്ടത്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സ്കോർ ഈസ്. ഇനി ഇത് വരുന്ന വേറെ രീതിയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസ് ഡാഷ് ഫുൾ മാർക്സ്. അവിടെ വരുന്നത് ഏതായിരിക്കും? അപ്പോൾ സ്റ്റുഡൻസുകളിൽ ഒരാൾ. അപ്പോൾ അവിടെ വണ്ണിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ വൺ സിംഗുലർ ആയതുകൊണ്ട് ഫില്ല് ചെയ്യാനും സിംഗുലർ വേണം. അപ്പോൾ ഓപ്ഷൻ എ, സ്കോർസ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസ് സ്കോർസ് ഫുൾ മാർക്ക്. അവിടെ റിലേറ്റീവ് പ്രൊനൗൺ ആയ ഹൂ വരാത്തതിനാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ. Many a student dash made the same mistake. Many a student dash made the same mistake. Option A, have. Option B, had. Option C, have been. Option D, has. ഏതാണ് കറക്റ്റ് ആൻസർ? നിങ്ങൾക്കുള്ള സമയമാണ് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. കിട്ടിയെന്ന് കരുതുന്നു. യെസ്, ഓപ്ഷൻ ഡി, ഹാസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി, ഹാസ്. Many a student has made the same mistake. Many a student എന്നത് സിംഗുലർ സബ്ജക്റ്റാണ്, ആയതിനാൽ സിംഗുലർ വെർബ് മതി. സിമ്പിൾ സെൻറ്റൻസ് ആയതിനാൽ ഹാർഡ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ മെനി എ സ്റ്റുഡൻറ്റ്, മെനി എന്ന് വന്നു കഴിഞ്ഞാൽ അത് സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കും. മെനി എ സ്റ്റുഡൻറ്റ്, മെനി എ ടീച്ചർ. മെനി എ അല്ലെങ്കിൽ മെനി ആനിന് ശേഷം സിംഗുലർ നൗണ് പ്ലസ് സിംഗുലർ വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മെനി എ അല്ലെങ്കിൽ മെനി ആനിന് ശേഷം സിംഗുലർ നൗണ് പ്ലസ് സിംഗുലർ വെർബ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. നോട്ട് ഓൺലി ദ സ്റ്റുഡൻസ് ബട്ട് ഓൾസോ ദെയർ ഇൻസ്ട്രക്ടർ ഡാഷ് ബീൻ കാൾഡ് ടു ദി പ്രിൻസിപ്പൽസ് ഓഫീസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി. Not only the students but also their instructor dash been called to the principal's office. Option A, have. Option B, has. Option C, had. Option D, were. ഏതാണ് കറക്റ്റ് ആൻസർ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഏതാ? യെസ്, നിങ്ങൾക്കറിയാം, ആൻസർ അറിയുന്നതാണ്. ഓപ്ഷൻ ബി, ഹാസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഹാസ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിക്കുമ്പോൾ ബട്ട് ഓൾസോന് ശേഷമുള്ള നൗണ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കി വേണം ക്രിയ ഉപയോഗിക്കാൻ. ഇവിടെ ഇൻസ്ട്രക്ടറിനെ നോക്കിയാണ് നമ്മൾ ക്രിയ ഉപയോഗിച്ചത്. അതായത് ബട്ട് ഓൾസോക്ക് ശേഷം ഇവിടെ വരുന്നത് ഇൻസ്ട്രക്ടറാണ്. ദെയർ ഇൻസ്ട്രക്ടർ, അവരുടെ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കവിടെ സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. ഓപ്ഷൻ ബി, ഹാസ്. ബാക്കിയെല്ലാം ഹാവും വേറും പ്ലൂറലാണ്. പിന്നുള്ളത് ഹാഡാണ്. ഹാഡ് വരാൻ ചാൻസ് ഇല്ല, കാരണം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് ഹാസ് ബീൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ആൻഡ് ഇൻസ്ട്രക്ടർ ഇൻ ദിസ് ബിൽഡിംഗ് ഡാഷ് ഫോർ എ ന്യൂ ഫെസിലിറ്റി ബൈ നെക്സ്റ്റ് ഇയർ. ഒന്നും കൂടി. ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ആൻഡ് ഇൻസ്ട്രക്ടർ ഇൻ ദിസ് ബിൽഡിംഗ് ഡാഷ് ഫോർ എ ന്യൂ ഫെസിലിറ്റി ബൈ നെക്സ്റ്റ് ഇയർ. ഓപ്ഷൻ എ, ഹോപ്പ്. ഓപ്ഷൻ ബി, ഹോപ്സ്. ഓപ്ഷൻ സി, ആർ ഹോപ്പിംഗ്. ഓപ്ഷൻ ഡി, ഹാവ് ഹോപ്ഡ്. കറക്റ്റ് ആൻസർ ഏതാണ്? കണ്ടുപിടിക്കും. യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഹോപ്സ് ആണ്. ഓപ്ഷൻ ബി, ഹോപ്സ്. ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസ് ആൻഡ് ഇൻസ്ട്രക്ടർ ഇൻ ദിസ് ബിൽഡിംഗ് ഹോപ്സ് ഫോർ എ ന്യൂ ഫെസിലിറ്റി ബൈ നെക്സ്റ്റ് ഇയർ. ഈച്ച് ആൻഡ് എവറി വന്നാൽ ആ സബ്ജക്റ്റ് ഏകവചനമാണ്, ആയതിനാൽ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഹോപ്സ്, സിംഗുലർ വെർബാണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവരി വന്നു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് ഏകവചനമാണെന്ന് മനസ്സിലാക്കണം. അതിനാൽ നമ്മൾ ഉപയോഗിക്കേണ്ട വെർബ് എപ്പോഴും സിംഗുലർ വെർബായിരിക്കും. മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റുഡൻസ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ് ഈച്ച് ഡാഷ് ഫോർ എ ന്യൂ ഫെസിലിറ്റി ബൈ നെക്സ്റ്റ് ഇയർ. നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. അതുമായി ബന്ധപ്പെട്ട് അതുപോലത്തെ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ദ സ്റ്റുഡൻസ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ് ഈച്ച് ഡാഷ് ഫോർ എ ന്യൂ ഫെസിലിറ്റി
ബൈ നെക്സ്റ്റ് ഇയർ. ഓപ്ഷൻ എ ഹോപ്സ്, ഓപ്ഷൻ ബി ഹോപ്പ്, ഓപ്ഷൻ സി ഹാവ് ബീൻ ഹോപ്പിംഗ്, ഓപ്ഷൻ ഡി ഹാസ് ഹോപ്പ്ഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഹോപ്പ്. ഓപ്ഷൻ ബി ഹോപ്പാണ് കറക്റ്റ് ആൻസർ. എന്താണ് കാരണം നോക്കാം. പ്ലൂറൽ സബ്ജക്റ്റിന് ശേഷം ഈച്ച് വന്നാൽ പ്ലൂറൽ വെർബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് പ്ലൂറൽ സബ്ജക്റ്റിന് ശേഷം ഈച്ച് വന്നാൽ പ്ലൂറൽ വെർബ് തന്നെ ഉപയോഗിക്കണം. ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റുഡൻസ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ്. ദ സ്റ്റുഡൻസും പ്ലൂറലാണ്, ആൻഡ് ഇൻസ്ട്രക്ടേഴ്സും പ്ലൂറലാണ്. അതിന് ശേഷമാണ് ഈച്ച് വന്നത്. അതുകൊണ്ട് പ്ലൂറൽ വെർബ് തന്നെയാണ് ഉപയോഗിക്കുക. ഇവിടെ ഒരു പെർഫെക്റ്റ് ടെൻസിൻ്റെ ആവശ്യം കടന്നു വരുന്നില്ല. കാരണം ഫ്യൂച്ചർ ടൈം എക്സ്പ്രഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു പെർഫെക്റ്റ് ടെൻസിൻ്റെ ആവശ്യം വരുന്നില്ല. ഡൗട്ട് ഉണ്ടാവും പെർഫെക്റ്റ് ആകുമോയെന്ന് അല്ലേ? ഇല്ല. പക്ഷേ ബൈ നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ പെർഫെക്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഹോപ്പ്. ദ സ്റ്റുഡൻസ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ് ഈച്ച് ഹോപ്പ് ഫോർ എ ന്യൂ ഫെസിലിറ്റി ബൈ നെക്സ്റ്റ് ഇയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ടു ആൻ ഔട്ട്സൈഡർ ദ എക്കണോമിക്സ് ഓഫ് ദിസ് കൺട്രി ഡാഷ് ടു ബി ഇൻ ഡിസ്അറേ. ഡിസ്അറേ എന്ന് പറഞ്ഞാൽ ക്രമക്കേട്, താറുമാറ് എന്നൊക്കെ. ഓക്കെ, ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സീം, ഓപ്ഷൻ ബി സീംസ്, ഓപ്ഷൻ സി ആർ സീമിങ്, ഓപ്ഷൻ ഡി ഈസ് സീമിങ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാ? യെസ്, ഓപ്ഷൻ എ സീം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ടു ആൻ ഔട്ട്സൈഡർ ദ എക്കണോമിക്സ് ഓഫ് ദിസ് കൺട്രി സീം ടു ബി ഇൻ ഡിസ്അറേ. എന്താണ് ഇതിന് കാരണം? അതുകൂടി നമ്മളൊന്ന് നോക്കുക. ഇവിടെ എക്കണോമിക്സ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കോഴ്സ് നെയിം ആയിട്ടല്ല. ആയതിനാൽ തുടർന്ന് വരുന്ന ക്രിയ പ്ലൂറൽ ആയിരിക്കണം. ഇവിടെ എക്കണോമിക്സ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കോഴ്സ് നെയിം ആയിട്ടല്ല. അതുകൊണ്ട് തുടർന്ന് വരുന്ന ക്രിയ എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. കോഴ്സ് നെയിം ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. അതായത് ദ എക്കണോമിക്സ് എന്ന് ഉപയോഗിക്കില്ല കോഴ്സ് നെയിം ആയിട്ട് ഉപയോഗിക്കുമ്പോൾ. തത്സമയം ക്രിയ സിംഗുലർ ആയിരിക്കും. അതായത് ഈസ് എക്കണോമിക്സ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ടു സ്റ്റഡി. ഈസ് എക്കണോമിക്സ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ടു സ്റ്റഡി. ഇവിടെ സിംഗുലർ ആണ്, ഈസ് എക്കണോമിക്സ് എന്നാണ് ഉപയോഗിച്ചത്. ഓക്കെ, ഈ നിയമം ഇത്തരത്തിലുള്ള മറ്റ് വാക്കുകൾക്കും ബാധകമാണ്. ഉദാഹരണത്തിന് മാത്തമാറ്റിക്സ് ഈസ് മൈ ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ്. മാത്തമാറ്റിക്സ് ഈസ് മൈ ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ്. അതുപോലെ മൈ മാത്തമാറ്റിക്സ് ആർ വെരി പുവർ. മൈ മാത്തമാറ്റിക്സ് ആർ വെരി പുവർ. ഇവിടെ മാത്തമാറ്റിക്സ് ഈസ് എന്ന് പറഞ്ഞു, രണ്ടാമത്തെ മൈ മാത്തമാറ്റിക്സ് ആർ എന്നും പറഞ്ഞു. അപ്പോൾ രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ആദ്യത്തേത് മാത്തമാറ്റിക്സ് ഈസ് മൈ ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞതിൽ മാത്തമാറ്റിക്സിനെ ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്തു. രണ്ടാമത് നോക്കുക, മൈ മാത്തമാറ്റിക്സ് ആർ വെരി പൂർ. അവിടെ ആറാണ് വന്നത് സബ്ജക്റ്റ് വെർബായിട്ട്. അപ്പോൾ ഒരിക്കലും അവിടെ എന്തല്ല, മൈ മാത്തമാറ്റിക്സ് എന്നുള്ളതിനൊരു സബ്ജക്റ്റ് ആയിട്ടല്ല എടുത്തിരിക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത്തരത്തിൽ പഠന വിഷയങ്ങളുടെ പേരിന് മുന്നിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളോ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ്സോ വന്നാൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുക. ഇവ വരുന്നില്ലെങ്കിൽ സിംഗുലർ വെർബ് ഉപയോഗിക്കാം. പറഞ്ഞത് മനസ്സിലായോ? അത് ഇത്തരത്തിൽ പഠന വിഷയങ്ങളുടെ പേരിന് മുമ്പിൽ, ഇപ്പോൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, പേരിന് മുന്നിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ്സ് വന്നാൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഇവ വന്നില്ലെങ്കിൽ സിംഗുലർ വെർബും ഉപയോഗിക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സീം. ദ എക്കണോമിക്സ് ഓഫ് ദിസ് കൺട്രി സീം to be in disarray. 9th one. The books borrowed from the library dash on my desk. The books borrowed from the library dash on my desk. Option A is, option B are, option C was, option D have been. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഈസ് ആണോ, ആർ ആണോ, വാസ് ആണോ, ഹാവ് ബീൻ ആണോ? ആൻസർ ഓപ്ഷൻ ബി ആർ. ദ ബുക്സ് ബോറോഡ് ഫ്രം ദ ലൈബ്രറി ആർ ഓൺ മൈ ഡെസ്ക്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വെർബ് വരേണ്ടത് ലൈബ്രറിക്ക് ശേഷമായതിനാൽ സിംഗുലർ വെർബ് ഉപയോഗിക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ ഈ വാക്യത്തിലെ സബ്ജക്റ്റ് ലൈബ്രറി അല്ല, ബുക്സ് ആണ്. ദ ബുക്സ് ആണ്
ഈ വാക്യത്തിലെ സബ്ജക്റ്റ് ആയതിനാൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. സബ്ജക്റ്റ് സ്വതന്ത്രമായാണ് നിലകൊള്ളുക എന്ന കാര്യം ഓർക്കണം. ഫ്രം ദ ലൈബ്രറി, ഇൻ ദി ലൈബ്രറി, ബൈ ദ ലൈബ്രറി തുടങ്ങിയ പ്രിപ്പോസിഷൻ ചേർന്ന് വരുന്ന വാക്കുകൾ സബ്ജക്റ്റ് ആയി വരില്ല. എ ലൈബ്രറി, ദ ലൈബ്രറി, മൈ ലൈബ്രറി, അല്ലെങ്കിൽ ലൈബ്രറീസ് എന്നിങ്ങനെയാണ് സബ്ജക്റ്റ് വരിക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആർ എന്നുള്ളതാണ്. ഇവിടെ ദ ബുക്സ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. അതായത് ലൈബ്രറിക്കല്ല നമ്മൾ വെർബ് ചേർക്കേണ്ടത്. ഇവിടെ നമ്മൾ ബുക്സ് എന്നുള്ള പ്ലൂരൽ സബ്ജക്റ്റിനാണ് നമ്മൾ വെർബ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10th one. The boss as well as his colleagues dash been robbed by the robber. The boss as well as his colleagues dash been robbed by the robber. Option A have, option B has, option C had, option D have had. Correct answer ഗസ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഓപ്ഷൻ ബി ഹാസ് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഹാസ്. എന്താണ് കാരണം? സിമ്പിളാണ്, നിങ്ങൾക്കറിയായിരിക്കും. ആസ് വെൽ ആസ് ഉപയോഗിച്ച് രണ്ട് നൗണിനെ യോജിപ്പിക്കുമ്പോൾ ആദ്യത്തെ നൗണിനെ അടിസ്ഥാനമാക്കിയാണ് വെർബ് സിംഗുലർ വേണോ പ്ലൂറൽ വേണോ എന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ആസ് വെൽ ആസ് ഉപയോഗിച്ച് രണ്ട് നൗണിനെ, ഇത് ആസ് വെൽ ആസിൻ്റെ യൂസേജാണ്. ആസ് വെൽ ആസ് ഉപയോഗിച്ച് രണ്ട് നൗണിനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ആദ്യത്തെ നൗൺ അടിസ്ഥാനമാക്കിയാണ് വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ഉപയോഗിക്കേണ്ടത്. അതായത് ഇവിടെ ദ ബോസ് ആസ് വെൽ ആസ് ഹിസ് കൊളീഗ്സ്, ആസ് വെൽ ആസിന് തൊട്ട് മുമ്പുള്ളത് ദ ബോസ് എന്നുള്ളതാണ്. ദ ബോസ് സിംഗുലറാണ്. ദ ബോസ് സിംഗുലർ ആയതുകൊണ്ട് ആസ് വെൽ ആസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തുകൊണ്ട് ഫില്ല് ചെയ്യണം? സിംഗുലർ വെർബ് കൊണ്ട് തന്നെ ഫില്ല് ചെയ്യണം. ഇവിടെ സിംഗുലർ ഹാസ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ഹാസ് ആണ് സിംഗുലർ. ആസ് വെൽ ആസ് കഴിഞ്ഞിട്ട് ഹിസ് കൊളീഗ്സ്. അപ്പോൾ കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുണ്ട്. അപ്പോൾ ഒരിക്കലും അവിടെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ആസ് വെൽ ആസിൻ്റെ തൊട്ട് മുമ്പുള്ളത്, ആദ്യമുള്ളത്, ആസ് വെൽ ആസ് കഴിഞ്ഞിട്ടുള്ള സബ്ജക്റ്റിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആസ് വെൽ ആസിൻ്റെ തൊട്ട് മുമ്പുള്ള സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അവിടെ ദ ബോസ് എന്നുള്ളതാണ്. ദ ബോസ് സിംഗുലർ ആയതുകൊണ്ട് വെർബും നമ്മൾ സിംഗുലർ ഉപയോഗിക്കണം. അബൂട്ടി സാറിൻ്റെ ഏതാനും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ. ബാക്കി അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.